ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ഫസ്റ്റ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കാണുന്നതോടുകൂടെ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് കമൻറ്റായിട്ട് ചെയ്യും. അപ്പോൾ ഞാൻ രാവിലെ തന്നെ സ്വീറ്റ് കോണും കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പ്ലാനുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. രാവിലെ മോൾക്ക് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് അധികം ഇഷ്ടം ദോശയാണ് കേട്ടോ. ദോശ ഉണ്ടെങ്കിൽ ദോശയും കറിയും ഉണ്ടെങ്കിൽ ആൾ 2-3 കഴിക്കും. ഇനി അല്ല വേറെ ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആൾ നിർബന്ധിപ്പിക്കണം കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഇഡ്ഡലി തട്ടിൽ ഇഡ്ഡലി ഉണ്ടാക്കിയാലൊന്നും ആൾ കഴിക്കാറില്ല. അപ്പോൾ നമുക്ക് നോർമൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി അവൾക്ക് ജസ്റ്റ് ഒന്ന് വെറൈറ്റി ആക്കി ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. ഇതിലാണെങ്കിൽ വെജിറ്റബിൾസ് അവൾക്ക് കഴിക്കാൻ വേണ്ടി കുറച്ച് പുറകിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ വെജിറ്റബിൾസ് അവൾ കഴിക്കുകയും ചെയ്യും. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്വീറ്റ് കോൺ എടുത്തിട്ടുണ്ട്. അതിനൊന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഓരോ ഇതും പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ കുട്ടികൾക്ക് വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് കഴിക്കാൻ തന്നെ ഒരു ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. ഞാനിത് അവൾക്ക് മദ്രസ വിട്ട് വന്ന് കാണിച്ചു കൊടുത്തപ്പോൾ അവൾ എന്നോട് പറഞ്ഞത് എനിക്കൊന്ന് സ്കൂൾക്ക് ചോറ് വേണ്ട, എനിക്കിത് മതി എന്നുള്ളതാണ്. കാരണം ചോറാകുമ്പോഴും അവൾ കഴിക്കാൻ മടിയാണ്, എപ്പോഴും പൊട്ടാറ്റോ ഫ്രൈ തന്നെ വേണം. ഇങ്ങനെ ആകുമ്പോൾ കുറച്ച് വെജിറ്റബിൾസും വിടുമല്ലോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഓരോ ഇല്ലി എടുത്തിട്ടുണ്ട് ചോളകത്തിൻ്റെ. ഇനി അത് ഞാൻ ഇഡ്ഡലി കുക്കറിലൊന്നും ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് കവർ ചെയ്യാൻ കേട്ടോ. ഒരു ഫ്ലവർ ഷേപ്പിലൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഇഡ്ഡലി തട്ടിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ഒരു റൗണ്ട് ക്യാരറ്റ് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് അവൾ മദ്രസ വിട്ട് വന്ന് കണ്ടപ്പോൾ തന്നെ അവൾക്ക് നല്ല ഇഷ്ടമായിട്ടോ. അമ്മച്ചി നല്ല രസമുണ്ട്, എനിക്ക് സ്കൂൾക്ക് തന്നെ ലഞ്ചിനാക്കി തന്നാൽ മതി എന്ന് പറയുകയും ചെയ്തു. പിന്നെ നമ്മൾ നോർമൽ ഇഡ്ഡലി തട്ടിൽ എങ്ങനെയാണോ ഇഡ്ഡലി ഉണ്ടാക്കുന്നത് അതുപോലെ അതൊന്ന് സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പെട്ടെന്നൊന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബ്രഷ് വെച്ചിട്ട്. ഇപ്പോൾ ഏകദേശം കുക്കർ ആവി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മളുടെ വെറൈറ്റീസ് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുകയാണ്. മോൾ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്താവും എന്നുള്ളത് അറിയാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് ആൾ. അപ്പോൾ എൻ്റെ തൊട്ട് തന്നെ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആൾ കഴിക്കുകയും ചെയ്തു ഒരു 4 എണ്ണം. പിന്നെ 4 എണ്ണം കൂടെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, സ്കൂളിൽ കൊടുത്ത് വിടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ആകുമ്പോൾ കോണും ആൾ കഴിക്കും. അതുപോലെ നമ്മുടെ ക്യാരറ്റൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വേവിച്ച ക്യാരറ്റൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പുറകിലാണ് കേട്ടോ ആള്. അപ്പം ഇങ്ങനെ ആകുമ്പോൾ ഒന്ന് ആക്കി കഴിഞ്ഞാൽ വെജിറ്റബിൾസും വിടുമല്ലോ. അങ്ങനെ ഞാൻ ലഞ്ചായിട്ട് ഇങ്ങനെയുള്ള ഇഡ്ഡലിയാണ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ മക്കൾക്കൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ. നമ്മുടെ നോർമൽ ദോശമാവ് വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ, കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ്. അപ്പോൾ മക്കൾക്ക് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ പൊട്ടാറ്റോ അതുപോലെ നമ്മളുടെ ചേന ഉണ്ടല്ലോ, ചേനയും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് മസാല പിടിപ്പിക്കുകയാണ് കേട്ടോ. നമ്മൾ നോർമൽ മസാല തന്നെയാണ്. ഉപ്പ്, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, അതുപോലെ മുളക് പൊടി. ഇനി വേണമെങ്കിൽ കുറച്ച് കോൺഫ്ലവറും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാനത് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ രാവിലെ തന്നെ അവളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞ് നമ്മളും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. പിന്നെ ഞാൻ സ്കൂളിൽ കൊണ്ടുപോകേണ്ട ഇതാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഉപ്പേരിക്കാണെങ്കിൽ ഫ്രിഡ്ജിനകത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു ഹാഫ് പീസ് ചേന ഉണ്ടായിരുന്നു, അതും കട്ട് ചെയ്തെടുത്തു. പൊട്ടാറ്റോയും കട്ട് ചെയ്തെടുത്തു കേട്ടോ. പിന്നെ ഇപ്പോൾ ഈ ചട്ടി ഞാൻ അന്ന് നമ്മളുടെ വീഡിയോയിലുണ്ട്, കരി വെച്ചിട്ട് കഴുകിയ ചട്ടിയാണ് കേട്ടോ. നന്നായിട്ട് തന്നെ വൃത്തിയായിട്ടുണ്ട്. പിന്നെ മോൾക്ക് അങ്ങനെയുള്ള ഇഡ്ഡലി ഉണ്ടാക്കിയപ്പോൾ നമുക്ക് നോർമൽ ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു തട്ടിക്കോട്ട് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വലിയ ഉള്ളി, അതുപോലെ ആദ്യം വെളിച്ചെണ്ണയിൽ കടുക് വറുത്തെടുക്കുക. എന്നിട്ട് അതിനകത്ത് വലിയ ഉള്ളി, തക്കാളി, മല്ലിച്ചപ്പ്, വെളുത്തുള്ളി, ചെറിയ ഉള്ളി കുറച്ചിട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് ചൂടായി വരുന്ന ടൈം ആകുമ്പോഴേക്കും നമുക്ക് നമ്മളുടെ ചേനയും അതുപോലെ പൊട്ടാറ്റോ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഞാനതും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഇഡ്ഡലിക്കുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നമ്മളുടെ ചാനൽ ഫസ്റ്റ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.